നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വള്ളപ്പുരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ അണിയറ ശില്പികളും അണിയറ പ്രവർത്തകരും എല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. വയനാട് എല്ലാവരും, അതായത് ഒരു വർഷം മൊത്തം കാത്തിരുന്ന, അതായത് ഓണത്തിന് മുമ്പായിട്ട് എല്ലാ വർഷവും ആഗസ്റ്റ് 2-ാം ശനിയാഴ്ച നടക്കുന്ന ജലകേളി, അതായത് ഏറ്റവും വലിയ ജലമേളകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ ജലമേളകളിൽ ഏറ്റവും വലുത് നെഹ്റു ട്രോഫി ബോട്ട് റേസ്, അതിനുവേണ്ടി കാത്തുകാത്തിരുന്ന്, പക്ഷെ ഒരു ദുരന്തത്തിന്റെ വയനാട് ദുരന്തം, എല്ലാവരും വിറങ്ങലിച്ചു നിന്ന വയനാട് ദുരന്തത്തോടൊപ്പം ഇപ്പോ ആലപ്പുഴക്കാരും വിറങ്ങലിച്ചു നിൽക്കുകയാണ് അവരുടെ വള്ളംകളി മാറ്റിവെച്ചതുകൊണ്ട്. വള്ളംകളി എന്ന് പറയുമ്പോൾ ഒരു പണക്കൊഴുപ്പിന്റെ വള്ളംകളിയല്ല, അല്ലെങ്കിൽ പണക്കൊഴുപ്പിന്റെ ഒരു മേളയല്ല ഇവിടെ നടക്കുന്നത്. അവരുടെ കഷ്ടപ്പാടിന്റെ, അർപ്പണ ബോധത്തിന്റെ എല്ലാം ഉണ്ട്, എല്ലാം അതെല്ലാം നമുക്ക് എന്താണെന്നും അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്താണെന്നും അതിനി നടന്നില്ലെങ്കിൽ എന്താകും അവരുടെ ജീവിതം എന്നുമുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണം? വയനാട് ദുരന്തം ആരും പ്രതീക്ഷിക്കാതെ നടന്നിരുന്നുണ്ട്. അതിന്റെ പേരിലാണല്ലോ നെഹ്റു ട്രോഫി മാറ്റിവെക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് അറിയുകയാണ്? എന്താണ് നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ, അതായത് ദുരന്തത്തിൽ ആൾക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഇതൊരു മാറ്റിവെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഈ നെഹ്റു ട്രോഫി? അങ്ങനെ ചോദിക്കുമ്പോൾ വെക്കുക അല്ല, വെക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാര്യം ഒരു ദുരന്തം ഉണ്ടായി, ആ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ആ ആത്മാക്കൾ, അതിന്റെ വേദനയോടുകൂടി നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വള്ളംകളി മാറ്റിവെക്കുന്നു എന്ന് കേട്ടപ്പോൾ അടുത്തൊരു ഞടുക്കമായിരുന്നു ഉണ്ടായത്. കാരണം ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇതിനുവേണ്ടി പ്രിപ്പയറായിട്ട് വന്നതാണ്. ഇതിന്റെ സാമ്പത്തികം മുടക്കാവുന്നതിന്റെ 80% സാമ്പത്തികം മുടക്കിക്കഴിഞ്ഞു. ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കളി തുടങ്ങുന്നെങ്കിൽ വീണ്ടും ഞങ്ങൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും സാമ്പത്തികം കണ്ടെത്തണം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 75-80 ലക്ഷം രൂപയോളം ഞങ്ങൾ മുടക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വീണ്ടും അത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇതുവരെ എന്നാണ് ഡേറ്റ് എന്ന് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തെല്ലാം അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒന്ന് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം എല്ലാവരും വിചാരിക്കും വള്ളംകളി, ഒരുപാട് ആൾക്കാർ സ്പോൺസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇതെന്താണെന്ന് ജനങ്ങൾക്ക്, നിങ്ങളുടെ ഒരു കഷ്ടപ്പാടുകൾ, അതായത് ഇതിനുവേണ്ടി പണം കണ്ടെത്തുന്ന ഏത് വഴിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എത്രത്തോളം ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, എത്ര രാത്രിയുടെ ഉറക്കമുളിപ്പുണ്ട്, എത്ര രാത്രിയിലെ ഭക്ഷണം കൊടുക്കുന്നതിന്, അങ്ങനെ കുറെ ഞാനും വാർത്തകളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ക്ലബ്ബുകളിലൂടെ കേൾക്കാറുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ ജനങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഭരണാധികാരികളുടെ ചെവിയിലേക്ക് തീർച്ചയായിട്ടും എത്തേണ്ട കാര്യമുണ്ട്. കാരണം ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പണക്കൊഴുപ്പിന്റെ മേളയല്ല, ഇതൊരു മത്സരമാണ്. ആ മത്സരമായിട്ട് തന്നെ കണ്ടുകൊണ്ട്, ഇപ്പൊ ആഘോഷമൊന്നും ഇല്ലെങ്കിലും മത്സരം അവർ നടത്താനൊരു പ്രേരകം ചേട്ടന്മാരുടെ വാക്കുകളിലൂടെ ഉണ്ടായത് വളരെ ഉപകാരമായിരിക്കും, നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അപ്പൊ എന്താണ്, അങ്ങനെ ഒന്ന് പറയാമോ കുറച്ച്? തീർച്ചയായിട്ടും പറയാം. അത് കൂടുതൽ പറയാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഇപ്പോഴത്തെ ചീഫ് ഓഡിറ്റർ കൂടാണ്. അദ്ദേഹമാണ് ഈ വള്ളം ഒരുക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്താണെന്ന് അദ്ദേഹം തന്നെ പറയാം. ചേട്ടന്റെ പേര്? എന്റെ പേര് എൻ ശശിധരൻ. അപ്പൊ ശശിധരൻ ചേട്ടന് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുമല്ലോ? പറയാം, തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നത് അതേ ഭാഷയിൽ, നിങ്ങളിപ്പോ ഒരു വികാര വിക്ഷുബ്ധത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലേ? അതായത് ഈ നേരത്തെ നമ്മുടെ വിവേകൻ ചേട്ടൻ പറഞ്ഞ പോലെ ദുരന്തം വന്ന് വിറങ്ങലിച്ച് വയനാട്ടുകാരെങ്ങനെയാണോ അല്ലെങ്കിൽ കേരളക്കാരെ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ കുട്ടനാട്ടുകാർ അല്ലെങ്കിൽ ആലപ്പുഴക്കാർ നിൽക്കുന്നതെന്നാണ് ചേട്ടൻ ആ ഒരു ഭാഷയിൽ, ആ ഒരു വാക്കുകളിലുണ്ടത്. അപ്പൊ ചേട്ടന്റെ ഭാഷയിൽ ചേട്ടനെ ഒന്ന് തീർച്ചയായിട്ടും അത് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വള്ളംകളി രംഗത്തേക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇത്രയും പണം 75 ലക്ഷം 80 ലക്ഷം രൂപയോളം മുടക്കി എന്ന് പറയുന്ന പല സ്പോൺസർമാരും പലരും ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന പണമാണ്. അതൊന്നും മുഴുവനായിട്ടൊന്നും ഞങ്ങളുടെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കടവും വിലയും കടമാണ് ഞങ്ങളുടെ പ്രധാന വിഷയം. കടം വാങ്ങിച്ച് ടീമിനെ സജ്ജമാക്കി കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ വയനാട് ദുരന്തത്തിൽ ഞങ്ങളൊക്കെ ഖേദിക്കുന്നു എങ്കിൽ പോലും ഇത് മാറ്റിവെച്ച ഉടൻ തന്നെ നടത്തേണ്ടതായിരുന്നു. ഇത്രയും നീണ്ടുപോകാൻ പാടില്ലായിരുന്നു. NDBR എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇതിലുണ്ട്. ഈ ഇത്രയും ത്യാഗം അനുഭവിച്ച ഒരു ക്ലബിനെ പോലും അവർ വിളിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ഇതുവരെ തേടിയിട്ടില്ല. അതൊക്കെ വളരെ മോശമാണ്. കാരണം അവർ നടത്താൻ പറയുമ്പോൾ നടത്തുക, നടത്തണ്ടെന്ന് പറയുമ്പോൾ നടത്താതിരിക്കുക, അതിനൊന്നും നമുക്ക് വകവെക്കാൻ പറ്റത്തില്ല. പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയാൻ ഞങ്ങളൊക്കെ രാത്രികൾ ഉറക്കളച്ച രാത്രികളാണ്. ഞങ്ങൾ ഈ വള്ളം 2-ാം തീയതി ഇവിടെ കയറ്റിവെച്ചതാണ്. ഈ വള്ളത്തിന് കാവലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരത്തില്ല. ഈ വള്ളംകളി എന്ന് നടക്കുന്നു അന്ന് വരെ ഞങ്ങൾ ഇതിന് കാവലിരിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ അവർ വള്ളംകളി ഇല്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇത് കാരിച്ചാൽ വള്ളപ്പെരെ കൊണ്ടുവന്ന് വള്ളം കയറ്റാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല. നമുക്ക് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അതൊന്നുമല്ല. നമ്മുടെ ക്ലബ്ബുകൾ, എല്ലാ ക്ലബ്ബുകളും 40 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ മുടക്കി തയ്യാറാക്കിയിരിക്കുന്ന ക്ലബ്ബുകളാണ്.
ആ ക്ലബ്ബുകൾക്കെല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് വള്ളംകളി മാറ്റി വെച്ചിട്ട് 10-ാം തീയതി വള്ളംകളി മാറ്റി വെച്ച് 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി വള്ളംകളി നടത്തുമെന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ പോയി. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. ഞങ്ങളുടെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം. അതേപോലെ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഈ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഞങ്ങൾക്കാണെങ്കിൽ 13 മേഖലാ കമ്മിറ്റികളുണ്ട്. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിവിധ മേഖലകളിലായി 13 കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളും ക്യാപ്റ്റനും വള്ളക്കാരും എല്ലാം കൂടെ തരുന്ന ഒരു ഫണ്ട് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഈ വള്ളംകളിയായിട്ട് ഇറങ്ങിയത്. അത് ഞങ്ങൾക്കിപ്പോൾ 80 ലക്ഷത്തോളം മുടക്കിക്കഴിഞ്ഞ് വള്ളംകളി ഇല്ലെങ്കിൽ ആര് ഞങ്ങൾക്ക് പണം തരാന്? ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും കടം വാങ്ങിച്ചിരിക്കുന്നവരുടെ വീടുകളിൽ ആളുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും. ആ വള്ളംകളി നടക്കുവാണെങ്കിൽ അവരൊക്കെ തരാന്ന് പറയുന്ന പണം ഞങ്ങൾക്ക് തരും. വള്ളംകളി ഞങ്ങൾക്ക് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ പറ്റും. ഈ വർഷത്തെ 5ാമത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ തന്നെ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്നുകൊണ്ടല്ല, വേദന എന്നല്ല, ഒരു നഗ്ന സത്യമാണ്. കാരണം ആൾക്കാര്, സ്പോൺസർമാര്, കാരണം ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ പോലെ നേരത്തെ സ്പോൺസർ പൈസ കിട്ടി നടത്തുന്ന ഒരു മത്സരമല്ല വള്ളംകളി എന്ന് പറയുന്നത്. നാട്ടുകാര് പൈസ പിരിവിട്ടും കടം മേടിച്ചും ഓരോ ബോട്ട് ക്ലബുകളും 40 മുതൽ 80 ലക്ഷം രൂപ വരെയും വാങ്ങിച്ചും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നാഹം ഒരുക്കി 80% പണി പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു വള്ളപ്പുരയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റിവെക്കുന്നു. പിന്നെ അദ്ദേഹം ശശിധരൻ ചോദിച്ചതുപോലെ പിന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ബോട്ട് ക്ലബിനോടോ അവരുടെ രക്ഷാധികാരികളോടോ ചോദിക്കാതെ അത് ക്യാൻസൽ ചെയ്യുകയും, ശരിയാണ് ദുരന്തങ്ങൾ വരാം, ഇനിയും പ്രളയമോ ഒക്കെ ഉണ്ടാവാം, അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഒരു വർഷത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന അധികാരികൾക്ക് അറിയാവുന്നതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇവരോടൊക്കെ ഒരു കമ്മിറ്റി മീറ്റിംഗ് വെച്ച് ചോദിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇത് നടത്തില്ല എന്ന് മാത്രം പ്രഖ്യാപിക്കുന്നു. ഏത് ഡേറ്റിൽ നടത്തുമെന്ന് ഒരു പ്രഖ്യാപനവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ അവിടുത്തെ ആൾക്കാരുടെ ജീവിതം പോലെ തന്നെ ഇവിടുത്തെ ഈ ബോട്ടിന്റെ അല്ലെ രക്ഷാധികാരികളുടെ ജീവിതവും ഈ നാട്ടുകാരുടെ ജീവിതവും അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹത്തിന്റെ കണ്ണുകളിലുണ്ട്. കാരണം ഇത്രയും ഉറക്കമുളച്ച രാത്രികളാണെന്നാണ്. ഉറക്കമുളച്ച രാത്രികൾ കൂടെ അവർ പറയുന്നത് അവരുടെ വീട് പോയി, അവരുടെ വീട് നഷ്ടപ്പെടും, വീട്ടിൽ ആൾക്കാർ കടക്കാർ കയറി ഇറങ്ങും. അതൊരു സത്യം തന്നെയാണ്. കാരണം പൈസ കിട്ടണമെങ്കിൽ മത്സരം നടക്കണമെങ്കിൽ സർക്കാർ വിചാരിക്കണം. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് യാതൊരു ഇതുമില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വാക്കുകൾ സർക്കാർ കേൾക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഓക്കെ സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെക്രട്ടറിയോട് നമുക്ക് ചോദിക്കാം ഇതിന്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു, ഇനി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്, ഇനി എത്ര നാൾ അവർ ഈ വള്ളപ്പുരയിൽ ഉറക്കമൊളിച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് നമുക്ക് സെക്രട്ടറിയോട് ചോദിക്കാം. പേരെന്താണ്? എന്റെ പേര് സുനീർ എന്നാണ്. ഇന്നത്തെ ഈ ഒരു വള്ളംകളി മാറ്റിവെച്ചതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏകദേശം പറഞ്ഞത് കണക്ക് തന്നെ ഒരു വർഷക്കാലത്തെ ഒരു കാത്തിരിപ്പാണ് അവസാന നിമിഷം വന്ന് പൊലിഞ്ഞു പോയത്. നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റി, അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ലീഗ് കൂടി ഇല്ലാതാക്കി. ഈ വർഷം ലീഗ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നത് നെഹ്റു ട്രോഫിക്ക് ഞങ്ങൾക്ക് നോർമലി നമ്മൾ നെഹ്റു ട്രോഫിക്ക് വൻ തുക മുടക്കിയാണ് എല്ലാ ക്ലബ്ബുകളും കളിക്കുന്നത്. അത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കൂടിയിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു കടങ്ങൾ കാര്യങ്ങളെല്ലാം നീട്ടി വീട്ടാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകുന്നത്. ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇല്ലാതായപ്പോൾ നമുക്ക് ഫസ്റ്റ് ദുരന്തം അവിടെയാണ് സംഭവിച്ചത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നെഹ്റു ട്രോഫിയുടെ അനിശ്ചിതമായിട്ട് നീളുന്ന ഈ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നത്. നെഹ്റു ട്രോഫി നടക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ആലപ്പുഴയിലെ മന്ത്രിമാരായിട്ടുള്ളവരെ കണ്ട് വള്ളസമിതിയുടെ ആൾക്കാരും ബോട്ട് ക്ലബ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ന് എന്നുള്ളതിന് ഒരു തീരുമാനം ഇതേവരെ ആയിട്ടില്ല. ഇതിനകത്ത് ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ടീമിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ ക്യാമ്പ് സജ്ജീകരിച്ച് ഒരു ദിവസം 40,000-ഓളം രൂപ ഭക്ഷണത്തിന് തന്നെ ചെലവാകും. അതിന് അങ്ങനത്തെ ഒരു മാസമായിട്ട് ഞങ്ങൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്യാമ്പ് നടത്തി വള്ളംകളിയുടെ അടുത്തെത്തി നിൽക്കുന്ന സമയത്താണ് വള്ളംകളി മാറ്റിവെച്ചായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോൾ മലയാളികളായിട്ടുള്ള പിള്ളേരുടെ ക്യാമ്പ് പിരിച്ചുവിടേണ്ടി വന്നു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കൊണ്ട് സ്വരൂപിച്ച അവരുടെ ആ ഒരു പവർ എല്ലാം വീട്ടിലേക്ക് പോകും, മറ്റു വർക്കുകളിലേക്ക് പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ ഇനിയും വള്ളംകളിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരെ വീണ്ടും വിളിച്ചുകൂട്ടി അവരെ പ്രാക്ടീസൊക്കെ കൊടുത്ത് തയ്യാറാക്കി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഈ വള്ളംകളിയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടെ നഷ്ടപ്പെടും.
മനസ്സിലായില്ലേ? പിന്നെ CBL എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഇനിയുള്ളത് ചെറുകളികളാണ്, പ്രാദേശികമായിട്ടുള്ള നടക്കുന്ന കളികൾ. അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. വള്ളങ്ങൾ പരസ്പരം കൊണ്ട് ഒട്ടിക്കല്, അതേപോലെ തന്നെ വഴക്ക് വെക്കാണ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മത്സരങ്ങൾ നടക്കും, നിയമാവലിയൊക്കെ കൃത്യമായിട്ട് എല്ലാ വള്ളങ്ങളും പാലിക്കുകയൊക്കെ ചെയ്യും. ഇത് അതുകൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാകുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിനോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ വർഷവും നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ആവശ്യം. എന്നാലേ ക്ലബ്ബുകളെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വേറൊന്നുമല്ല, 40,000 രൂപ ഒരു ദിവസത്തെ ചെലവ്, അതൊരു സത്യമായ കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാവാം. മാത്രമല്ല, ഒരു തപസ്യ പോലെ ചെയ്യുന്ന ഒരു കായിക അല്ലെങ്കിൽ ഒരു ജലമേളയാണ് നെഹ്റു ട്രോഫി എന്ന് ഇവിടെ വരുന്നവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത് വെറുതെ ചുമ്മാ 2 or 3 അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് അനിശ്ചിതത്വത്തോടു കൂടി ഇതിന്റെ ഡേറ്റ് നീളുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ബോട്ട് ജയിക്കാനായിട്ട് അല്ലെങ്കിൽ തൊഴിലാളികൾ, അതായത് വള്ളക്കാർ വീട്ടുകളിലേക്ക് പോവുകയും അവരുടെ ആരോഗ്യം, അതിനുവേണ്ടി അവർ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഒരു ദിവസം 40,000 അവരുടെ ഭക്ഷണവും അവരുടെ പ്രാക്ടീസും ഉൾപ്പെടെ 40,000 രൂപ ചെലവ് ഒരു ദിവസത്തെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു മാസമായിട്ട് അവരുടെ പരിശീലനം തുടരുകയും ഇപ്പോൾ ഈ ഡേറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ അതെല്ലാം പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് CBL പിരിച്ചുവിട്ടതോടുകൂടി തന്നെ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്ക് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അത് ഒരു ചെറിയ കണക്ക് മാത്രമാണ്. CBL ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടം, ചെറു ബോട്ട് റേസുകളൊന്നും തന്നെ അവരുടെ കടങ്ങൾ വീട്ടാവുന്നതല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ CBL ക്യാൻസൽ ചെയ്യാനും അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ക്യാൻസൽ ചെയ്യാനുമുള്ള ഒരു ചേതോവികാരം എന്തുകൊണ്ടാണ്? സർക്കാർ ക്യാൻസൽ ചെയ്യണം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു തീർച്ചയായിട്ടും നമ്മളൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് കേരളീയർക്കുള്ളത്. അത് ഒരിക്കലും നമ്മൾ അതോടൊപ്പം വയനാടുകാരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പറയട്ടെ. പക്ഷെ അതോടൊപ്പം അടുത്ത ദുരന്തമാണ്, അതിനേക്കാളും വലിയൊരു ദുരന്തമായിട്ടാണ് അവരുടെ ഈ ഒരു ഇതിനെ കാണുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ ജീവനും അവരുടെ ജീവിതവും അവരുടെ നഷ്ടങ്ങളുമാണ് അവരിവിടെ എടുത്തു കാട്ടി പറയുന്നത്. അത് പറഞ്ഞു ഫലിപ്പിക്കുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്, അത് അനുഭവിക്കുന്നത് അവരാണ്. അത് മാത്രമല്ല, തീർച്ചയായിട്ടും ഇത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ കാണികൾ എല്ലാവരും തന്നെ. അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു വർഷത്തെ തപസ്യയാണ് ഇല്ലാതാകുന്നത്. ഒരു വർഷത്തെ അവരുണ്ടാക്കിയ അത്യധ്വാനമാണ് ഈ വള്ളംകളി ഇല്ലാതാക്കുന്നതിലൂടെ. ഇപ്പൊ ഡേറ്റ് പൂർണ്ണമായും ക്യാൻസൽ ആയില്ലെന്ന് പറയുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നും നടക്കും. ഒന്നെങ്കിൽ അവർക്ക് അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് അവർക്ക് നടത്താമായിരുന്നു, 10-ാം തീയതി എന്ന് പറയുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടത്താമായിരുന്നു. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കാമായിരുന്നു. പകരം അവര് ഇതുപോലെ ഇവർക്ക് ആരാണ് ഉത്തരവാദിത്തപ്പെട്ടവരുള്ളവർ? ഈ പറയുന്ന 80 ലക്ഷവും 90 ലക്ഷവും മുടക്കുമ്പോൾ ആരാണ് ഇവർക്ക് അതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ളത്? ഒരു വാക്കുകൊണ്ട് അവരുടെ വള്ളംകളി ഇല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഒരു ഇന്റർനാഷണൽ മത്സരമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ജലമേള. നെഹ്റു ട്രോഫി എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും കാണുന്നതാണ്, അല്ലാതെ കേരളം മാത്രം കാണുന്ന ഒന്നല്ല. പക്ഷെ ഇതെല്ലാം മുടക്കുമ്പോൾ, ഇത് മാറ്റിവെക്കപ്പെടുമ്പോൾ ഇവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കാനുള്ളത്? ഇവർക്ക് വേണ്ടി ആരാണ് ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നത്? ഇതിന് തീർച്ചയായിട്ടും സർക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം ഇവരുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ മറുപടി സർക്കാർ തന്നെയാണ് പറയേണ്ടത്. വള്ളംകളി പുനഃസ്ഥാപിക്കാതിരിക്കോ എന്നുള്ളത് വ്യക്തമായ ഉത്തരം ഈ ബോട്ട് ക്ലബ്ബുകാരെ അറിയിക്കുകയും അതിനുള്ള തക്കതായ നടപടികൾ അവർ സ്വീകരിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവർക്ക് ഇനി ഒരു മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ മുമ്പിൽ ഇപ്പോൾ കൂരിരുട്ടാണ്. വള്ളംകളി നിലച്ചപ്പോൾ കോവിഡ് കാലം 2 പ്രാവശ്യമാണ് ഈ വള്ളംകളി നിർത്തിയത്. കോവിഡ് 2021-ലും 2020-ലും. പക്ഷെ ഇനി ഒരു വള്ളംകളി ഇങ്ങനെ നിർത്തേണ്ടി വന്നപ്പോൾ, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാലത്ത് നിർത്തേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇതിനൊരു മറുപടി അവർക്ക് സർക്കാർ തീർച്ചയായിട്ടും കൊടുക്കും. അവരുടെ കടങ്ങൾ അല്ലെങ്കിൽ അവർ ഇതിനോട് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ ബോട്ട് ക്ലബ്ബുകൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതിനായി സർക്കാരിനോട് അവർ അപേക്ഷിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇത് കാണാതെ പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം സത്യസന്ധമാണ്. ഇവര് വളരെ ആത്മാർത്ഥയോടുകൂടി വളരെ സത്യമായിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന്. തീർച്ചയായിട്ടും സർക്കാരിന് മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ രാജീവിനോടൊപ്പം റിപ്പോർട്ടർ ശാരിക.